ഷാജി ജോസഫേ, ഇപ്പൊ കുഴപ്പമെല്ലാം ബീഹാറിന്റെ ആയി മാറിയിരിക്കുകയാണ്. ബീഹാർ സാർ എത്ര നിഷ്കളങ്കനായാണ് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ബീഹാറിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അതുകൊണ്ടാണ് ബീഹാറിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലെ എല്ലാ മാറ്റങ്ങളുടെയും വിപ്ലവങ്ങൾ ആരംഭിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. അത് ഗാന്ധിജി തുടങ്ങി വെച്ചത് മുതൽ ഇങ്ങോട്ട് JPയുടെ സമ്പൂർണ്ണ വിപ്ലവം വരെ ബീഹാറിലാണ് തുടങ്ങി വെച്ചത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. 2018 നിതീഷ് കുമാർ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകിക്കൊണ്ട് നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഭരണത്തിന് അറുതി വരുത്താനൊരു നീക്കം നടത്തി. ആ ഇന്ത്യ മുന്നണിക്ക് ഒരു ചലനമുണ്ടാക്കാൻ സാധിച്ചത് നിതീഷ് കുമാർ വന്നതോടുകൂടിയാണ്. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിനുള്ളിൽ രൂപീകൃതമായ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരുടെ മനസ്സിൽ തോന്നിയ ഒരു ഇൻസെക്യൂരിറ്റി സെൻസ് ഉണ്ടല്ലോ, ആ ഒരു സെൻസ് കൊണ്ട് മാത്രമാണ് ആ ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ശരി, ബീഹാറിലെ ജനങ്ങൾക്ക് ഡെമോക്രസി എന്തെന്നറിയത്തില്ല, രാഷ്ട്രീയം എന്തെന്നറിയത്തില്ല, അക്കാഡമിക് ഡിസ്കഷൻ ബീഹാറിലെ രാഷ്ട്രീയത്തിൽ സാധ്യമല്ല എന്നൊക്കെ പറയുമ്പോൾ ബീഹാറിലെ ജനങ്ങളെയും അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും, അവർ ദരിദ്രരായിരിക്കാം, സാക്ഷരത കുറഞ്ഞവരായിരിക്കാം, പക്ഷേ അവരുടെ രാഷ്ട്രീയ ബോധമെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. ബീഹാറിൽ ഒരു 12 വർഷത്തോളം പത്രപ്രവർത്തനം നടത്തിയ വ്യക്തി എന്ന നിലയിൽ ഞാനിപ്പോഴും പറയുന്ന കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തെക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം ബോധ്യമാണ് ബീഹാറിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളിലുള്ളത്. മറ്റേത് കാര്യത്തിൽ അവർ പുറകിൽ പോയാലും അവരുടെ രാഷ്ട്രീയ ബോധമെന്ന് പറയുന്നത് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമാണ്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നമ്പറുകൾ. അല്ല, അപ്പോൾ ആ രാഷ്ട്രീയ ബോധ്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ സംഭവിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ NDA സഖ്യം വലിയ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ വരുന്നു. ഈ കാലത്ത് അതൊരു നാടിൻ്റെ ശരിയായ രാഷ്ട്രീയ ബോധ്യമായി നമ്മൾക്കെങ്ങനെ കാണാനാകും എന്ന് വരുമ്പോൾ ആ രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് ആ ജനതയെ എത്തിക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ് ഷാജി ജോസഫ്? നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വടവൃക്ഷം എത്രത്തോളം കാലം 90 മുതൽ 2005 വരെ ബീഹാർ കണ്ട ആ നിയമവാഴ്ചയുടെ അധപതനത്തിന് ശേഷം 2005 മുതൽ 2025 ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതുവരെ ബീഹാറിലെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ച ഈ ഭരണത്തിൻ്റെ ഒരു ശക്തി, വെൽഫെയർ മെഷേഴ്സ്, അതുപോലെ തന്നെ നിയമവാഴ്ച, ഇതൊക്കെ ബീഹാറിലെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ഒരു നേതാവാണ് നിതീഷ് കുമാർ. പക്ഷേ അത് വേറെ, അത് ഞാൻ സമ്മതിച്ചു, അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു വാദത്തിന് അത് ശരിവെച്ചാൽ തന്നെ താങ്കൾ പറഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തെക്കുറിച്ചാണല്ലോ. ഈ രാഷ്ട്രീയ ബോധ്യം നിതീഷ് ഇതിനോടൊപ്പം കൂടി സംഭാവന ചെയ്തത് എന്താണ്? ആ ബീഹാറിൻ്റെ മണ്ണിൽ BJPയുടെ വളർച്ചയ്ക്കുള്ള വലിയ പരവതാനി വിരിച്ചു കൊടുത്തല്ലോ. ആ രാഷ്ട്രീയ ബോധ്യം ബീഹാർ സ്വീകരിച്ചുവെങ്കിൽ അതല്ലേ അതിലെ പ്രശ്നം. അങ്ങനൊരു അപകടകരമായ രാഷ്ട്രീയത്തെ ബീഹാറിൽ ഇതാ നോക്കൂ, ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നോക്കൂ, 86 സീറ്റാണ് BJPക്ക്. അപ്പോഴും നിതീഷിൻ്റെ പാർട്ടി പിന്നിൽ നിൽക്കുകയാണ്, 76. അങ്ങനൊരു ബീഹാറിനെ രൂപപ്പെടുത്തി കൊടുത്തുവെങ്കിൽ അതിൽ നിതീഷിൻ്റെ സംഭാവനയില്ലേ? 43 സീറ്റ് വെച്ചുകൊണ്ട് 74 സീറ്റ് ഉണ്ടായിരുന്ന BJPയെ പുറകിൽ നിർത്തി മുഖ്യമന്ത്രി പദം എടുത്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഭരിക്കാൻ നിതീഷ് കുമാറിന് അറിയാമെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ വെല്ലുവിളി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ് നിതീഷ്. പക്ഷേ നിതീഷ് എന്ന് പറയുന്ന നേതാവ് ബീഹാറിൽ ഈ NDA മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നിടത്തോളം കാലം BJPയെ ഭയപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് ബീഹാറിലെ ജനങ്ങൾ എത്തുന്നില്ല. പക്ഷേ ഷാജി ജോസഫ്, അതിനോട് എങ്ങനെ യോജിക്കാനാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തർക്ക പ്രശ്നം തന്നെയാണ്. അത് രാഷ്ട്രീയപരമായി നമ്മൾ RSSന്റെ സംഘപരിവാർ രാഷ്ട്രീയത്തെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രതിരോധം കൊണ്ടാകെ ബീഹാറിൽ തടഞ്ഞു നിർത്താം എന്നൊക്കെ നമ്മൾ ധരിച്ചാൽ ഈ സാധ്യമാവും. താങ്കൾ തന്നെ പറഞ്ഞു, രാഷ്ട്രീയ സായാഹ്നത്തിലെത്തി നിൽക്കുന്ന ഒരു ജീവിതമാണത്. ബീഹാറിലെ ജനങ്ങൾ ഭയപ്പെടുന്നത് ഇന്ന് നിതീഷിന് പുറകിൽ നിൽക്കുന്ന BJPയേക്കാൾ അവർ ഭയപ്പെടുന്നത് ലാലു പ്രസാദ് യാദവിന്റെ 90 മുതൽ 2005 വരെയുള്ള ഭരണകാലത്തെ നിയമവാഴ്ചയുടെ അധപതനത്തെയാണ് ഇന്നും അവർ ഭയപ്പെടുന്നതിന്റെ തെളിവാണത്. അതൊരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, തേജസ്വി യാദവിന്റെ ഒരു വലിയ ഭാണ്ഡം, ഒരു ഭാരം അതുതന്നെയാകാം.